ഏതന്ധകാരത്തിലും എന്നെങ്കിലും ഒരിക്കൽ ഒരു വെളിച്ചം കടന്നു വരും. അത് പക്ഷേ പിന്നെയും ഒരുപാട് ഇരുട്ടിലൂടെ സഞ്ചരിച്ചതിന് ശേഷമായിരിക്കും. തിന്മയുടെ അഴുക്കുചാലിൽ ജീവിച്ച അവൻ ഉണരുകയാണ് നന്മയുടെ വെള്ളി വെളിച്ചത്തിലേക്ക്. അവൻ ചെയ്ത ഒരുപാട് കൊള്ളരുതായ്മയ്ക്ക് ഇതൊരു പ്രായശ്ചിത്തമാകുമോ? അറിയില്ല. പക്ഷേ ഒരുപാട് ജീവിതങ്ങൾക്ക് ഇതൊരു ശരിയാകും. അവൻ ഒരുങ്ങുകയാണ് ആ ശരി ചെയ്യാൻ. ഞാൻ സ്വാർത്ഥനായിരുന്നില്ലേ എൻ്റെ ജീവന് വേണ്ടി? ആ സ്വാർത്ഥത ഒരുപാട് ജീവിതങ്ങളെയല്ലേ തകർത്തത്? പക്ഷേ മായ, അവളാണ് എൻ്റെ കണ്ണ് തുറപ്പിച്ചത്. സെഡ്ജി, തീർന്നു. എന്താണ് നീ പറയുന്നത്? സെഡ്ജി, ഞാൻ പറഞ്ഞാലെന്ന് ഏഴാമത്തെയാണെന്ന്. പക്ഷെ സേഡ്ജി കേട്ടില്ല. എന്റെ കസ്റ്റമേഴ്സിന് മുമ്പിൽ വെച്ചാണോടാ മണ്ടത്തരം പറയുന്നത്? അല്ലെങ്കിൽ തന്നെ സത്ത് പോകുന്നത് ആദ്യമായിട്ടാണോടാ? സെഡ്ജി, മായ അവൾ മറ്റുള്ളവരെ പോലെ അല്ല. നമ്മളാണ് അവളെ. ഉണ്ടായിരുന്നു സെഡ്ജി, ഉണ്ടായിരുന്നു. ബാസ്റ്റർ, എനിക്കറിയാമായിരുന്നു നിനക്ക് അവളോട് സിമ്പതി ഉണ്ടെന്ന്. വേണ്ട, അത് വേണ്ട. ഇരിക്കുന്നവനെ കണ്ടോ? അവൾക്ക് വേണ്ടി വണ്ടിക്കാർ വന്നിരിക്കുക. കോടികൾ മുടക്കിയ ബിസിനസ്സിൽ പാർട്ണർഷിപ്പ് കൊണ്ട്. എന്ത് പണ്ടാരെങ്കിലും ആവട്ടെ, ആ ഷട്ട ശവത്തിനെ അവന് കൂടി കൊടുത്തിട്ട് കൊണ്ട് കളഞ്ഞേക്ക്. என்ன சேட்ஜி, என்ன பிரச்சனை? யார் இந்த பசங்க? ഓ, അവൻ എന്റെ ജോലിക്കാരനാ. കൂടെ നിന്ന് കുത്താൻ ശ്രമിക്കുന്നു. ஆமா ஆமா, இந்த மாதிரி பசங்களை சோலிக்கு வைக்கிறதே ரொம்ப ரிஸ்க் தான். போட்டு தள்ள வேண்டியதானே. എന്ത് ചെയ്യാനാ? ഞാൻ അവളെ മരിക്കാൻ വിടാതെ അവൾ പറഞ്ഞതുപോലെ കൊല്ലാക്കൊല ചെയ്യുകയായിരുന്നു. എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമായിരുന്നില്ലേ? കട്ടി പൂടിയിടാ കണ്ട என்னடா முண்டோம், ஏமாத்த பாக்குறியா? ஓடா வெளியே. വയ്യ, ഇനി വയ്യ. സഹിക്കാവുന്നതിനപ്പുറം സഹിച്ചു. പലതും കണ്ണുമടച്ച് ചെയ്തു. തെറ്റാണെന്നറിഞ്ഞിട്ടും ഒരുപാട് തെണ്ടിത്തരങ്ങൾക്ക് കൂട്ടു നിൽക്കേണ്ടി വന്നു. എന്തിനു വേണ്ടി? ആർക്ക് വേണ്ടി? ഒരിക്കലും അറിഞ്ഞുകൊണ്ടല്ല ഞാൻ ഈ അഴുക്കുചാലിലെത്തിയത്. വേണ്ടതിലധികം പണം, സുഹൃത്തുക്കൾ, ശകാരിക്കാനോ ഉപദേശിക്കാനോ ആരുമില്ല. പിന്നെ അമ്മ. എനിക്കെന്തോ അമ്മ ഇഷ്ടമായിരുന്നില്ല.
അമ്മ പറയുന്നതെല്ലാം ഞാൻ വിലക്കിയിരുന്നു. ശരിക്കും പറഞ്ഞ അഹങ്കാരം പിടിച്ച മനസ്സായിരുന്നു എന്റേത്. ഏയ് മായ, ശ്യാം, അങ്ങനെ ഇരിക്കെ ഞാൻ പ്രണവ് എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായി. ഒരിക്കൽ അവനു വേണ്ടി അമ്മയുമായി ഉടുക്കേണ്ടതായി വന്നു. വളരെയധികം ദേഷ്യപ്പെടേണ്ടി വന്നു. ഹലോ, ഹേയ് എന്താ ചതിയാ, മിണ്ടില്ല നിന്നോട്. ഇന്നലെ എത്ര നേരം പാർക്കിന്റെ അവിടെ വെയിറ്റ് ചെയ്തു എന്നറിയോ? എനിക്ക് ശരിക്കും സങ്കടം. സോറി 100 സോറി. ഞാൻ മനഃപൂർവ്വം ചെയ്തല്ല, നിനക്കറിയാലോ അമ്മേരെ അവസ്ഥ. ഇന്നലെ വീണ്ടും അമ്മേനെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു. സത്യം പറഞ്ഞ ഞാനതിൻ്റെ ടെൻഷനില്ല. ഓ സോറി, എന്നോട് ക്ഷമിക്കൂ പ്രണവ്. എനിക്ക് അമ്മയുടെ കാര്യം ഓർമ്മയില്ലായിരുന്നു. സോറി, ഐ എം റിയലി സോറി. ഹേയ്, അത് വിട്ടുകളമായ. ഓക്കെ. ആരുടെ കോളാ? ഷോ, അമ്മ. ഓ, വലിയ ശല്യായി. നീ ഒന്നും മിണ്ടാതെ നിൽക്ക്, ഞാൻ സംസാരിച്ചിട്ട് വരാം. ഹലോ, അറിഞ്ഞിട്ടിപ്പോ എന്തിനാ അമ്മയ്ക്ക്? എന്തിന്? എനിക്കിതെൻ്റെ അച്ഛൻ തന്ന പൈസയാണ്. അതെടുക്കാൻ എന്തിനാ അമ്മയുടെ അനുവാദം? ദാ നോക്ക്, എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. വല്ലാണ്ടങ്ങ് ഭരിക്കാൻ വരല്ലേ. അമ്മയാണെന്ന് കരുതി എൻ്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വന്നാലുണ്ടല്ലോ ഞാൻ വെക്കാം. ശരി. പ്രണവ്, നമുക്ക് വേഗം പോവാം. ഇന്നലെ തൊട്ടൊരു വാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? CVR Trade Center presents new business opportunities in Angamali. Angamali, the meeting point of NH47 and MC Road, the fast expanding town in Ernakulam district with unlimited business opportunities. Angamali, the nearest town of Cochin International Airport. CVR Trade Center, the first lifestyle mall in Angamali with more than 70,000 square feet area. Direct access to NH47, MC Road and Old Treasury Road. Makes it an ideal place for a new business venture. We invite you to fulfill your dream of starting a new business at Angamali. Contact 9744998844. For more details, log on to www
Casuals and formals. ധാനി ആവശ്യപ്പെട്ട തുക. ഓ താങ്ക്സ് മായ. മായ, ഞാൻ ഭാഗ്യവാനാണ്. ഇന്നീ ലോകത്ത് മറ്റാരെക്കാളും ഞാൻ സന്തോഷിക്കുന്നു നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞത്. അങ്ങനെയൊന്നും പറയല്ലേ പ്രണവ്. ഞാൻ നിന്റെ അല്ലേ, നീ എൻ്റേതും. അപ്പൊ പിന്നെ എൻ്റേതെല്ലാം നിനക്കുള്ളതല്ലേ, എൻ്റെ ഈ ജീവൻ ഉൾപ്പെടെ. ഐ ലവ് യു പ്രണവ്. തകർപ്പസാനല്ലേ മോനെ. കണ്ണു തുറന്നു നോക്കുമ്പോ ഞാൻ ഇവിടെ എത്തിപ്പെട്ടിരുന്നു. പ്രണവ് എന്നെ ചതിക്കുകയായിരുന്നു തിരിച്ചറിവ് എന്നെ വല്ലാതെ തളർത്തി. അവൻ നിങ്ങളുടെ ഏജന്റ് ആയിരുന്നെന്നും അത് നിങ്ങളുടെ ജോലിയുടെ ഭാഗമായിരുന്നെന്നും നിങ്ങളിലൂടെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ആ നിമിഷം തന്നെ ഞാൻ മരിച്ചു പോയിരുന്നു. ആരായിരുന്നു ശ്യാം? അറിയില്ല, ആരും കണ്ടില്ല. മതിയായി. മരിക്കാൻ പോലും കഴിയാത്ത ഈ ജീവിതം നിങ്ങൾക്ക് എന്നെ രക്ഷിക്കാൻ കഴിയില്ല ശ്യാം. അപ്പൊ പിന്നെ മരിക്കാനെങ്കിലും അനുവദിച്ചൂടെ? ശ്യാം, ഞാൻ മരിച്ചാൽ എൻ്റെ ബോഡി ആ നിമിഷം തന്നെ കത്തിച്ചു കളയണം. നോ മായ, ഇനി ഒന്നും പറയണ്ട. എനിക്ക് എന്ത് വേണേ വന്നോട്ടെ, പക്ഷെ മായ ഞാൻ അവിടുന്ന് രക്ഷിക്കും. മായ്ക്ക് അമ്മയെ കാണണ്ടേ? സാധിക്കില്ല ശ്യാം, എനിക്കതിന് കഴിയില്ല. എന്റെ അമ്മ ഈ നശിച്ച അഹങ്കാരിയായ മകളെ കാണണ്ട. ഒരു പക്ഷെ എന്റെ ഈ അവസ്ഥ അറിഞ്ഞ അമ്മ ചങ്കു പൊട്ടിച്ചാവും. ഒരിക്കലും അറിയണ്ട ഞാൻ ഇവിടെ ഉണ്ടെന്ന്. പലതവണ ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോഴും നിങ്ങൾ അതിനെന്നെ അനുവദിച്ചില്ല. ഇങ്ങനെ ഒരു ജീവശവമാക്കി ഒരു ബ്രോയിലർ ജന്തുവിനെ പോലെ എന്തിനെന്നെ ഇങ്ങനെ കൊല ചെയ്യുന്നു? റിലാക്സ്. നിന്നെ ചതിച്ച പ്രണവിനെ പോലെ ഞാൻ അവരോട് ഒരു കുറച്ചു പറ്റിയാണ്. അവർ പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ അവരെന്നെയും കൊല്ലും. ആ മക്കളുടെ ചിരി, ആ കൊലച്ചിരി എന്നെ ഭ്രാന്തനാക്കുന്നു. പച്ചമാംസം തിന്നുന്ന നരഭോജികൾ ഇനിയും അവരിലൊരുത്തിനും ജീവനോടുണ്ടാവാൻ പാടില്ല. ഉണ്ടായാൽ ഇനിയും ഈ ക്രൂരതയുടെ ലോകം വലുതായിക്കൊണ്ടിരിക്കും. ഈ ഒരു അധ്യായമെങ്കിലും എനിക്ക് അവസാനിപ്പിക്കണം.
बदमाशी मार डालूंगा तुझे। 100 വട്ടം പറഞ്ഞാലോ നായിന്റെ മോനെ നിന്നോട് മതിയെന്ന്. പക്ഷെ നീ കേട്ടില്ല. കഴുകന്റെ മാംസക്കൊതികളെ നീ അവളെ പിന്നെ കൊല്ലാക്കൊല ചെയ്തു. ഇതിനെ കൂട്ടു നിൽക്കാൻ എന്നെ കിട്ടില്ല. നിന്നെ പോലുള്ള ഒരു കീടത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് ഈ സമൂഹത്തിലെ ഒരുപാട് പെൺകുട്ടികൾക്ക് രക്ഷയാകും. അതുകൊണ്ടാ ഇത് അവൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന പുണ്യകർമ്മമാണ്. ഈ നാട്ടിലെ പെൺകുട്ടികളുടെ മാനത്തിന് നൽകുന്ന വില. ബോസ് സ്റ്റോപ്പ്. വേണ്ടടാ, ഇനി ഒരിക്കലും നീ അത് ആവർത്തിക്കില്ലടാ. രക്ഷിക്കാൻ കഴിയും. സുഹൃത്തെ, ഇത് നമ്മളിൽ ഒരുവൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി സംഭവിക്കാവുന്ന ദുരന്തമാണ്. ഒരെടുത്തുചാട്ടത്തിന് മുൻപ് ഒന്ന് സൂക്ഷിച്ചു നോക്കുക, മുൻപിലൊരു ചതിക്കുഴി ഉണ്ടോ എന്ന്. കാരണം ആ ചതിക്കുഴിയിൽ വീണാൽ പിന്നെ തിരിച്ചു കയറുക വളരെ ദുർഘടമാണ്. മാതാപിതാക്കളോട് മക്കളുടെ ജീവിതത്തിൽ അവരുടെ വളർച്ചയുടെ ഓരോ കാലഘട്ടത്തിലും നിങ്ങളുടെ രണ്ട് കണ്ണും വേണം. കാരണം നാം ജീവിക്കുന്നത് ബ്രോയിലർ സംസ്കാരത്തിൻ്റെ കാലഘട്ടം.